തൃക്കടവൂർ ക്ഷേത്രവളപ്പിലെ RSSന്റെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കാൻ ഹൈക്കോടതി ഇടപെടൽ ആവശ്യപ്പെട്ട് തിരുവിതാംകൂർ ദേവസ്വം ഓംബുഡ്സ്മാൻ ജസ്റ്റിസ് ആർ ഭാസ്കരൻ സമർപ്പിച്ച റിപ്പോർട്ടാണിത്. ക്ഷേത്രം RSSന്റെ ആയുധ പരിശീലന കേന്ദ്രമായി മാറിയെന്നും സ്ഫോടക വസ്തുക്കൾ ഉൾപ്പെടെ ക്ഷേത്രവളപ്പിൽ സൂക്ഷിച്ചിട്ടുണ്ടെന്നുമാണ് റിപ്പോർട്ടിൽ പറയുന്നത്. പോലീസിൽ പരാതി നൽകിയിട്ടും നടപടിയുണ്ടാകുന്നില്ല എന്ന് കാട്ടി ദേവസ്വം തെക്കൻ മേഖലാ വിജിലൻസ് ഓഫീസർ BL വേണുഗോപാൽ നൽകിയ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഓംബുഡ്സ്മാൻ ഹൈക്കോടതി ഇടപെടൽ ആവശ്യപ്പെട്ടിട്ടുള്ളത്. RSS ശാഖയുടെ പ്രവർത്തനത്തിന് നിലവിലുള്ള ഉപദേശക സമിതിയുടെ ഒത്താശയുണ്ടെന്നും വിജിലൻസ് ഓഫീസറുടെ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു. കടവൂർ സ്വദേശിയായ കൃഷ്ണകുമാറാണ് RSS ആയുധ പരിശീലനത്തിനെതിരെ ഓംബുഡ്സ്മാന് പരാതി നൽകിയത്. 2012 ഫെബ്രുവരി മാസം 7-ാം തീയതി കടവൂർ ജംഗ്ഷനിൽ പട്ടാപ്പോലൊരു കൊലപാതകം നടന്നു. കടവൂർ ജയൻ എന്ന് പറയുന്ന ഒരു വ്യക്തി. അപ്പോൾ ഈ പുള്ളിയെ വെട്ടിക്കൊലപ്പെടുത്തുന്ന സമയത്ത് ഈ ക്ഷേത്രത്തിൽ നിന്നാണ് ആയുധം എടുത്തുകൊണ്ട് പോകുന്നത് കണ്ട ഈ ജയനോടടുപ്പമുള്ള ഒരു ഇവിടുത്തെ സ്റ്റാഫ് തന്നെ ജയന്റെ സുഹൃത്തുക്കളുടെ പറയുന്നുണ്ട്, ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്നത്. ഇപ്പൊ അത് എങ്ങനെ പറയുന്നത് ഞങ്ങൾക്ക് പറയാം, കാരണം ഇവരുടെ ഭീഷണി അതുപോലെ തന്നെ മറ്റ് സമ്മർദ്ദങ്ങളൊക്കെ കാണും. 25 വർഷത്തിലധികമായി ക്ഷേത്രത്തിൽ RSS പരിശീലനം നടക്കുന്നുണ്ടെന്നും ഇത് നിരോധിക്കുന്നതിന് പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ടെന്നുമാണ് ഓംബുഡ്സ്മാന് ക്ഷേത്രം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന സുജാത നൽകിയ വിശദീകരണം. ക്ഷേത്രത്തിൽ ആയുധ പരിശീലനവും ബോംബ് ഉൾപ്പെടെയുള്ള സ്ഫോടക വസ്തുക്കൾ സൂക്ഷിക്കുന്നുണ്ടെന്നുമാണ് ഈ റിപ്പോർട്ടിലെ കണ്ടെത്തൽ. എന്നിട്ടും ഇതുവരെ നടപടിയെടുക്കാൻ പോലീസിനോ ആഭ്യന്തര വകുപ്പിനോ കഴിഞ്ഞിട്ടില്ല. തങ്ങളെ കൊണ്ട് നിയന്ത്രിക്കാൻ കഴിയില്ലെന്ന് ദേവസ്വം ബോർഡും സമ്മതിക്കുന്നു. ഉമേഷ് ബാലകൃഷ്ണൻ, റിപ്പോർട്ടർ, കൊല്ലം.